നമസ്കാരം, ഞാൻ വിജി തമ്പി. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുറേ നാളുകളായിട്ട് പല 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 വിവാദങ്ങൾക്കും സ്ഥാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജ, ഈ പറഞ്ഞ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ആ ഉദയാസ്തമന പൂജ മാറ്റിവെക്കുന്നത് തുടങ്ങി ഓരോ കാര്യങ്ങളിൽ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ വാതിൽപ്പാടം, അല്ലെങ്കിൽ വാതിൽ മാടം എന്ന് പറയുന്നത്, അത് പൊളിച്ചു മാറ്റി വലുതാക്കണമെന്നാണ് പുതിയ ബോർഡിൻ്റെ പുതിയ തീരുമാനമെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയായിരുന്നു ശബരിമല പുതിയ ഭരണസമിതി വന്നപ്പോൾ 18-ാം പടി അങ്ങ് വീതി കൂട്ടിയാലോ എന്നൊരു ചിന്ത. അത് പ്രസിഡന്റ് പറയുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം അന്ന് തീരുമാനിക്കപ്പെടുന്നതാണ്. ഭഗവാന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് കൊടിമരം മുതലല്ല, പുറത്തെ വാതിൽ മുതൽ ആ യഥാർത്ഥ പറഞ്ഞാൽ ആ ശ്രീലകത്തകത്ത് ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രതിഷ്ഠ വരെയുള്ള എല്ലാം കണക്കുകൾ പ്രകാരമാണ് ചെയ്യുന്നത്. ആ കണക്കുകൾ മാറ്റി പുതിയൊരു കണക്കിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അതൊരിക്കലും എനിക്ക് തോന്നുന്നു അറിവുള്ളവരും ഒരിക്കലും സമ്മതിക്കത്തുമില്ല. ഇപ്പോൾ ദേവസ്വം പറഞ്ഞിരിക്കുന്നത് കാണിപ്പയ്യൂർ കണക്ക് കൊടുത്തെന്നാണ്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന്. ഇനി അഥവാ അങ്ങനെ മാറ്റേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ? വലിയ രീതിയിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം വെച്ച് ഭഗവാന്റെ ഹിതം അറിഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യാവൂ. അല്ലാതെ ആർക്കെങ്കിലും തോന്നിയ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്ഷേത്രത്തിൻ്റെ മാറ്റങ്ങൾ. ഇതുപോലെ തന്നെയായിരുന്നു ഈ പറഞ്ഞ ഈ എത്രയോ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നതാണ് ഈ ഗുരുവായൂർ ഏകാദശി നാളിലെ ഈ ഉദയാസ്തമന പൂജ. അത് നിസ്സാരമായിട്ടത് മാറ്റി അതിപ്പം സുപ്രീം കോടതി വരെ അതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പല കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഉദയാസ്തമന പൂജ എത്രയോ വർഷങ്ങളായിട്ട് ആൾക്കാർ ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. ഉദയാസ്തമന പൂജ ഒരു ദിവസം ഒന്നല്ലേ നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ 5 ഉദയാസ്തമന പൂജയാണ് ദേവസ്വം ബോർഡിൽ നടത്തുന്നത്. അപ്പോൾ 5 പേരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഉദയാസ്തമന പൂജ നടത്തും. അത് ഭഗവാനെ പറ്റിക്കലല്ലേ? ഇത് നടത്താൻ പാടില്ലെന്ന് പണ്ട് ഇവിടെ ഒരു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണ്. ഒരു ഉദയാസ്തമന പൂജയെ നടത്താൻ പാടുള്ളൂ. അത് ആ ദേവപ്രശ്ന ചാർത്തിലുള്ളതാണ്. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 5 പേരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഉദയാസ്തമന പൂജ നടത്തുക. അത് തെറ്റല്ലേ? അതുപോലെ തന്നെ വർഷങ്ങളായി ആനയെ നടയിരിക്കുന്നു. ആനയെ നടയിരുത്തുന്നില്ലെങ്കിൽ വേണ്ട, ആന കൂടുതലാണെങ്കിൽ ആനയെ നടയിരുത്തുന്നില്ല എന്ന് തീരുമാനിക്കുക. പകരം 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അവിടെയുള്ളൊരു ആനയെ കൊണ്ടുവന്നിട്ട് അതിനെ നടയിരുത്തുക വീണ്ടും. അത് തെറ്റായ നടപടിയാണ്. ഇതുപോലെ ഒരുപാട് തെറ്റായ കാര്യങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കാണിപ്പയ്യൂർ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അദ്ദേഹം ഇതിന് കൂട്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തെ പോലെ ഇത്ര അറിവും പരിജ്ഞാനവുമുള്ള ഒരു വാസ്തുശാസ്ത്രജ്ഞൻ ഒരിക്കലും ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിപുലമായ രീതിയിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം വെച്ച്, സ്വർണ്ണപ്രശ്നം വെച്ച്, അതിൽ ഭഗവാന്റെ ഇച്ഛ നോക്കി, ഭഗവാന്റെ ഹിതം അതാണെങ്കിൽ അതനുസരിച്ച് വേണ്ട രീതിയിലുള്ള ഒരുപാട് വാസ്തുശാസ്ത്രജ്ഞന്മാരെ എല്ലാവരെയും കൂട്ടി അവരെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ. അല്ലാതെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്നതല്ല ക്ഷേത്രത്തിൻ്റെ വാതിൽ മാടം. അപ്പോൾ അത് നിസ്സാരമായ കാര്യമല്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം വിപുലമായ രീതിയിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം അത്യാവശ്യമായിട്ട് വെക്കേണ്ടതാണ്. വെച്ച് ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളിലും ഭഗവാന്റെ ഹിതം അറിയുക തന്നെ വേണം. അറിയാതെ എന്ത് കാര്യത്തിന് ദേവസ്വം ബോർഡ് മുന്നിട്ടിറങ്ങിയാലും അതിനെ ഇവിടുത്തെ ഭക്തജനങ്ങൾ എതിർക്കും. ആ എതിർക്കുന്നവരുടെ മുൻപന്തിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടാവുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമസ്തേ. സ്വാമി ശരണം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.